ഈ ആർമി ഓഫീസറിന് നല്ല ദേഷ്യം വരും. അവന്റെ കൺമുമ്പിൽ എന്തെങ്കിലും തെറ്റ് നടന്നാൽ അതിൽ ഇടപെടും. അതുകൊണ്ട് തന്നെ ആർമിയിൽ എപ്പോഴും കുറെ പണിഷ്മെന്റ് കിട്ടും. അങ്ങനെ ദേഷ്യപ്പെട്ട് ഇവൻ സെല്ലിൽ വെച്ചിരുന്ന ഒരു തീവ്രവാദിയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ അവനെ ആർമിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ നല്ലൊരു ഓഫീസർ ആണെന്ന് പറഞ്ഞ് അവൻ അവസാനമായി ഒരു ചാൻസ് കൂടെ കൊടുത്തു. ഒരു ഫേമസ് ആയ സൈക്കാർട്ടിസ്റ്റ് ഉണ്ട്, അയാളുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരാൻ പറഞ്ഞു. ആ ഡോക്ടർ വേറെ ആരുമല്ല, ഈ ആർമി ഓഫീസറിന്റെ അച്ഛനാണ്. ചെറിയ പ്രായത്തിൽ അച്ഛന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കി വീട് വിട്ട് ഓടി വന്ന് ആർമിയിൽ ചേർന്നതാണ് ഇവൻ. ഇപ്പൊ ഇവന് ഡോക്ടറിന്റെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ആ ഡോക്ടർ അവന് തെറാപ്പി കൊടുക്കാൻ തുടങ്ങി. അവന്റെ കഥ കേട്ട് സ്വന്തം മകനാണെന്ന് മനസ്സിലാക്കിയതും നീ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു. ഉടനെ അവന് ദേഷ്യം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഡോക്ടറും നിനക്കൊരു ചാൻസ് തരാം, 21 ദിവസം നീ ദേഷ്യപ്പെടാതിരുന്നാൽ നിനക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഹീറോയെ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്ന വഴിയിൽ തന്നെ ഒരു വലിയ ഡോണിന്റെ മകനെ അടിച്ചു. ആർമിയിൽ ജോലി ചെയ്യുന്നത് അവന്റെ സ്വപ്നമായതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാൻ തുടങ്ങി. അടിച്ചാൽ പോലും തിരിച്ചടിക്കാതെ പോകാൻ തുടങ്ങി. അവനും കുറച്ചായി ദേഷ്യമെല്ലാം കുറഞ്ഞ് വിട്ടിട്ട് പോയവരെല്ലാം കണ്ട് മാപ്പ് ചോദിച്ചു സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവൻ അടിച്ച ഒരുത്തൻ അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഒരു എക്സ് ആർമി ഓഫീസറിനെ കൊന്നുകളഞ്ഞു. അത് കണ്ട ഇവനും തന്റെ സ്വപ്നത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ പോന്നു. 21-ാം ദിവസം അവന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ ഇതിൽ തോറ്റു, എന്റെ കൺമുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തട്ടി ചോദിക്കാൻ പറ്റാത്ത എനിക്ക് എന്തിനാ ഈ ജോലി, അങ്ങനെയുള്ള ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആ മരിച്ചുപോയ ആർമി ഓഫീസറിന്റെ കുടുംബത്തെ പോയി രക്ഷിച്ചു. ആർമി ഓഫീസറിന്റെ പയ്യനും അവന്റെ കുടുംബത്തിന് ഇങ്ങനെ നടന്നത് കൊണ്ട് തീവ്രവാദിയായി മാറിയിരുന്നു. ഹീറോയെ അവനെ കണ്ടുപിടിച്ച് മനസ്സ് മാറ്റി അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് കണ്ട അവന്റെ അച്ഛൻ മകന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി ജനറലിന്റെ അടുത്ത് പോയി എന്റെ മകൻ ഫിറ്റ് ആണെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവൻ വിചാരിച്ച പോലെ തന്നെ വീണ്ടും അവൻ ആ ജോലി തിരിച്ചു കിട്ടി.